നല്ല മൂവി എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം. ഫസ്റ്റ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ട്വൽത്ത് മാനിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ വേറെ സിനിമയിലും അഭിനയിച്ച് കണ്ടിട്ടുണ്ടോ? ട്വൽത്ത് മാനിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നേരിലുണ്ടായിരുന്നു ആസ് ആൻ ആക്ടറായിട്ട്. ഇപ്പൊ അതൊരു ഡയറക്ടോറിയൽ മൂവി. ഭയങ്കര എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് റീച്ച് ചെയ്ത ഒരു ഫീലാണ്. ഹോളിവുഡ് ലെവലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 3 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് നമ്മളെ ബോറടിപ്പിക്കാതെ വളരെ ആസിഫ് ഖാൻ, അമലപ്പോൾ, ഷറഫ് ഖാൻ അതൊക്കെ നന്നായി ചെയ്തു. എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. നല്ല സിനിമയായിരുന്നു, അടിപൊളി. ഭയങ്കര ഷോർട്ടായിരുന്നു, ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലായിരുന്നു ഫിലിമിന്റെ. പക്ഷെ ഭയങ്കര രസമായിരുന്നു. 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലി ആണെങ്കിലും അമല പോൾ ആണെങ്കിലും ഷർഫി ആണെങ്കിലും. ഓൾ ദി ബെസ്റ്റ് ഹോൾ ടീം. അടിപൊളിയായിരുന്നു. വിഷ്ണുവിന്റെ വർക്ക് നല്ല സിനിമയില്ലേ. എനിക്ക് ആക്ച്വലി എന്റെ വിഷ്വൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സ്കോർ ആണെങ്കിലും എല്ലാം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലാത്ത സംശയം മരുഭൂമിയിൽ എങ്ങനെ ലെവൽ ക്രോസ് എന്നുള്ളതാണ്. കുറച്ചും കൂടി മരുഭൂമിയല്ലേ, വേറെ വണ്ടികളൊന്നും പോകാനില്ല. പക്ഷെ അടുത്ത എൻഡിലേക്ക് എത്തുമ്പോൾ 2-3 സസ്പെൻസ് ഉണ്ട്. ഇന്റർവെൽ സമയത്തും അടുത്ത എൻഡിലൊക്കെ എത്തുമ്പോൾ നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് ഉണ്ട്. എടുത്തു പറയേണ്ടത് ആസിഫിക്കയുടെ ബൈ ബൈ ബൈ. ഞാൻ മൊത്തത്തില് എന്താണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അതിന്റെ ഉത്തരവുണ്ട്. ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തും. ഒരു രീതിയിൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അതുപോലെ ഒന്ന് പിടിച്ചിരുത്തി അങ്ങ് ഒരു വൻ പരിപാടിയാക്കി. ഓക്കെ, താങ്ക് യു. അതെ, നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആണ്. ഞാനെല്ലാ പ്രേക്ഷകർ പറയട്ടെ, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ട്രൈ ചെയ്യപ്പെടാത്ത ഒരു ജോണറാണ് സിനിമ പറയുന്ന കഥ, ഇതിന്റെ ട്രീറ്റ്മെന്റും ഇതിന്റെ സ്റ്റൈലും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പക്ഷേ ഓവർവെൽമിംഗ് റെസ്പോൺസ് ആയിരുന്നു. ക്രിറ്റിക്സും റിവ്യൂവേഴ്സും പ്രേക്ഷകരും തന്ന സ്നേഹമൊക്കെ ആയിരുന്നു. I can't say thank you enough. I am really happy and really hoping that more and more people will come and watch the film in theaters. Thank you. Jeetu Joseph. അതെ, സാറിന് കൂടുതൽ എക്സ്പീരിയൻസും സാറിന്റെ പേരും ഒക്കെ ഒത്തിരി സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സാറിനെ പോലൊരു ബ്രാൻഡ് ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ആകുമ്പോൾ അതിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ആ പ്രതീക്ഷയിൽ ആൾക്കാർ തിയേറ്ററുകളിലോട്ട് വരും, എന്നിട്ട് നമ്മുടെ സിനിമകൾ കാണും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതിന്റെ ഹെൽപ്പ്